രമണ, ഞാൻ ഒരാളെ പറഞ്ഞേക്കുന്നുണ്ട്, എന്താ കാര്യം നോക്ക്. ശരി ചെല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് വരാം സാർ. എന്താടാ ചേട്ടാ, ഫാക്ടറി ബന്ധപ്പെട്ട ഒപ്പ് കാര്യം തിരിച്ചു പറയടാ. ഞാൻ നേരിട്ട് പോയി ബാൻ ചെയ്തിട്ട് പോലും അയാൾ ഒപ്പിടില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഒന്ന് നിർത്തണ്ട. ഒരു ദിവസം ഇവിടുന്ന് മാറി നിന്നാ മതി. ഒരു പണി നടക്കില്ല ഇവിടെ. ഈ ലാലപ്പയെ കുറിച്ച് അറിയില്ല അവന്. ഇവിടെ തൽക്കാലം ലാലപ്പയുടെ നിയമം നടന്നാ മതി, അല്ലാതെ അവന്റെ നിയമം വേണ്ട. ഏട്ടാ, നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവന് യാതൊരു ഭയവുമില്ല. ഇവിടെ പുതിയ ആളാണ് അവൻ. അതേട്ടാ. വണ്ടി എടുക്ക്, നമുക്കൊന്ന് പോയി കാണാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ലാലപ്പ. നിങ്ങളൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് എന്ത് ആവശ്യമുണ്ടായിരുന്നാലും ഇവിടുന്ന് ഓഫീസർമാർ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഇതാദ്യമായിട്ടാ എൻ്റെ ആവശ്യത്തിന് നിങ്ങളുടെ ഓഫീസിലേക്ക് എനിക്ക് വരേണ്ടി വന്നത്. അതിന് നിങ്ങൾ അഭിനന്ദിച്ചേ പറ്റൂ. അതൊക്കെ വിട് സാറേ. എൻ്റെ അനിയൻ വന്നൊരു ഒപ്പിടാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞ്. അതിന് ഇപ്പം ഞാനാ പറയുന്നത്, ഒപ്പിട്. നീ പറഞ്ഞാലും പറ്റില്ല. എന്ത് ചെയ്യും? തനിക്ക് കാശ് എന്തെങ്കിലും വേണമെങ്കിൽ പറ. അതൊന്നും എനിക്ക് വേണ്ട. വേറെ? അപ്പോൾ സാറിനോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നല്ലതുപോലെ കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഫയലിൽ തനിക്ക് ഒപ്പിടാൻ പറ്റിയാൽ മര്യാദയ്ക്ക് വീട്ടിൽ ചെന്ന് കയറാം. അല്ലെങ്കിൽ ഒരു ഫോട്ടോ മാത്രമേ എത്തൂ. സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നേ. ഇനി പറ്റില്ലെന്നൊന്നും പറയില്ല. പിന്നെ നീ എന്നെ കൊന്നു കളയുന്നു പറഞ്ഞാ ഒപ്പിട്ട് തരുമെന്ന് വിചാരിച്ചോ? എന്റെ സർവീസിൽ നിന്നെ പോലത്തെ ഒരുപാട് പേരെ കണ്ടതാ. പക്ഷെ താൻ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. എന്റെ ഓഫീസ് സമയം കഴിഞ്ഞു കൃഷ്ണ. ഇന്ന് ഓഫീസ് മുഴുവൻ ഒരുപാട് അഴുക്കായി. എല്ലാം ക്ലീൻ ചെയ്യും. ഹലോ. ഞാൻ ലാലപ്പനാ. പറയൂ ലാലപ്പ. ഞാനും നടുറോട്ടിലിട്ടൊരു MROവിനെ കൊല്ലാനുള്ള തീരുമാനത്തിലാണ്. നോക്കൂ ലാലപ്പ, നമ്മുടെ പാർട്ടി സ്റ്റേറ്റ് പാർട്ടിയാണ്. ഇപ്രാവശ്യം സെൻട്രലിൽ നമുക്ക് അവസരം കൂടുതലാ. ഇനി ഒരു 3 മാസത്തിൽ ഇലക്ഷൻ വരാൻ പോവുക. നിനക്ക് പീപ്പിൾസ് പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് മർഡർ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. അത് നമ്മുടെ പാർട്ടിയും ഇലക്ഷനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾ ഇവിടെ നിന്ന് കെട്ടികെട്ടിക്കേ. അയാൾ വന്ന് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. മാത്രമല്ല റവന്യൂ മന്ത്രിയുടെ ബന്ധു കൂടിയാ. പുള്ളി യാനത്തിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു മേടിച്ചതായി. ഇപ്പൊ നീ ഒന്ന് ക്ഷമിക്ക. അത്രയും ക്ഷമ എനിക്കില്ല സാർ. ഒന്നുകിൽ അയാൾ മരിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോണം. 2000 കോടിയുടെ പ്രോജക്റ്റ് അവിടെ മുടങ്ങി കിടക്കണേ. ശരി, എന്നാ വേറെന്തെങ്കിലും വഴി ആലോചിക്ക. പക്ഷേ നീയാ കൊന്നെന്ന് എവിടെയും ഫോക്കസ് ആകരുത്, മനസ്സിലായോ? ഓക്കെ സാർ. എന്റെ വണ്ടി കാണുന്നില്ല സർ. കേസ് ഫയൽ ചെയ്തിട്ട് കോർട്ടിലേക്ക് അയച്ചേക്ക്. DSP യോഗി സാർ ആ ഡ്രഗ്സിന്റെ കേസിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, അവൻ എത്ര അടിച്ചാലും പറയുന്നില്ല സാർ. എല്ലാ ക്രിമിനൽസ് ഇത് തന്നെയല്ലേ പറയാറ്. നമ്മളാണ് പറയിപ്പിക്കേണ്ടത്. വാ സാർ. ലോക്ക് പറഞ്ഞേ. എന്തിനാടാ ഇങ്ങനെ അടി മേടിച്ചു കൂട്ടുന്നേ? അവസാനമായിട്ട് ചോദിക്കുക, ആ ഡ്രഗ് ഡീലിങ്ങിനെ പറ്റി മുഴുവനും പറഞ്ഞേക്ക്. അല്ലെങ്കിൽ സ്റ്റേഷനിൽ വെച്ചാൽ നിന്നെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കും. നമ്മുടെ ഇന്ത്യയിൽ എന്താ സാർ ഇങ്ങനെ? ചെയ്യാത്ത തെറ്റിന് പാവങ്ങളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തി അവസാനം അവരെ കൊണ്ട് തന്നെ അവർ തന്നെ കുറ്റം ചെയ്തു എന്ന് പറയിപ്പിക്കും. ഇത് ശരിയല്ല സാർ. നമ്മുടെ സിസ്റ്റം മുഴുവൻ തെറ്റാണ് സാർ. ഏയ്, ഇവ സത്യം പറയാൻ തോന്നുന്നില്ല. കേസ് ഫയൽ ചെയ്ത് ജയിലടച്ചേക്ക്. ഓക്കെ സാർ. വീണ, പറയച്ചാ. M.Tech കഴിയാൻ പോവല്ലേ? അടുത്തത് എന്ത് ചെയ്യാനാ പ്ലാൻ? കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുക. ആ, എന്തിന്? നീ നിന്റെ ഭർത്താവും ചേർന്ന് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? നീ എന്താടി ഇങ്ങനെയായ മോളെ? ചെറുപ്പത്തിൽ വലിയ നാണം കുണിയായിരുന്നു. ഇപ്പൊ എല്ലാം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു. കല്യാണം കഴിക്കാൻ എന്താ ഇത്ര ധൃതി? ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നും അല്ല അച്ഛാ. എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. അച്ഛൻ ഇനിയും നോക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ നോക്കാം. അതിപ്പോ ഇന്റർകാസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഓ, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ.
ആ നിനക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ കല്യാണം കഴിപ്പിച്ചു തരും കേട്ടോ. ശരി. ആ. വീണ, പറയച്ചാ. നിനക്കൊരു ഗുഡ് ന്യൂസ്. എന്താ അച്ഛാ? എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട് രാഘവനില്ലേ, USA സോഫ്റ്റ്വെയർ അയാളല്ലേ? ആ അവനെ നിനക്ക് കല്യാണം ആലോചിക്കാന്നൊരു പ്ലാനുണ്ട്. ഉം. നിന്റെ ജാതകവും സെറ്റായിട്ടുണ്ട്. ജാതകം ചേർന്നു എന്ന് പറഞ്ഞ് തിരക്ക് പിടിക്കണ്ട അച്ഛാ. അവനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്ക. എല്ലാം നോക്കിയിട്ടുണ്ട്, എല്ലാം ഓക്കെ. നിനക്ക് ഓക്കെ ആണോ? അച്ഛന്റെ ഇഷ്ടം പോലെ. വിഷമിക്കണ്ടടാ. പോലീസ് എന്നെ അടിച്ചുകൊണ്ട് എനിക്ക് സങ്കടമില്ലടാ. ചെയ്യാത്ത തെറ്റിന് എന്നെ ഇങ്ങനെ ജയിലിട്ടേക്കുന്നില്ലേ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. സമയം ശരിയല്ലടാ. IPL ഇരിക്കേണ്ട ഈ നീയെ ഇപ്പൊ ജയിലിലാണ്. ആ പിന്നെ അച്ഛനെവിടെ? നിന്റെ ബെയിലിന്റെ കാര്യമായിട്ട് പുറത്ത് ചുറ്റിക്കൊണ്ടിരിപ്പുണ്ട്. ശരി, അതൊക്കെ വിട്. നിനക്ക് ബിരിയാണി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മേടിച്ചോണ്ടെന്ന് കഴിക്കടാ. വേണ്ട. വേണ്ടെന്നോ? പുറത്ത് എത്ര പേരെ ഞാൻ മാനേജ് ചെയ്ത് എടുത്തോണ്ട് വന്നേക്കുവാ. സ്മെല്ലൊക്കെ സൂപ്പറായിട്ടുണ്ട്. നീ ഇങ്ങോട്ട് കഴിച്ചേ. സ്മെല്ല് സൂപ്പറായിട്ടില്ലേ? മച്ചാ, സ്മെല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ കാറിനകത്ത് ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ലാതെയാണ് പോയത്. പക്ഷേ ആ പോലീസ് ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ വണ്ടിക്കകത്തുനിന്ന് സാധനം കിട്ടിയത്. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. മച്ചാ, നീ ഒരു കാര്യം ചെയ്യും, അവിടെയുള്ള ആ CCTV ക്യാമറയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. ശരിയടാ. അവന് പിടിച്ച സ്പോട്ട് ഇതാണ്, പക്ഷെ ഇവിടെ CCTV സ്പോട്ട് ഇത് തന്നെയാ. ചേട്ടാ, അങ്ങോട്ട് നോക്കിയ ക്യാമറ. ഇതാ നോക്കിക്കോളൂ. ഇതൊന്നു മാത്രം മതിയടാ എൻ്റെ മോനെ പുറത്തു കൊണ്ടുവരാനായിട്ട്. അനിയ, ഇതൊന്ന് പെൻഡ്രൈവിലൊന്ന് കോപ്പി ചെയ്ത് തരാമോ? തരാം. ഒരുപാട് കഷ്ടപ്പെട്ട് CCTV ഫുട്ടേജ് കളക്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ വെങ്കടേഷ് സാർ. ആ എവിഡൻസ് ഒക്കെ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് പോരെ. അത് മാത്രം മതി നമുക്ക് കേസ് റീഓപ്പൺ ചെയ്യാനായിട്ട്. താങ്ക് യു സാർ, ഞാൻ വന്നേക്കാം. എവിടെയോ കണ്ടതുപോലുണ്ടല്ലേ? നിന്റെ മോനെ കുടുക്കിയത് ഞാനാ. ഹലോ, ശരി, ആ കാര്യം ഞാൻ നോക്കാം. ഹലോ മൗന, ഇപ്പോഴാണ് ന്യൂസ് കിട്ടിയത്. നീ ശ്രദ്ധിച്ച് കേൾക്ക്. എല്ലാ സ്ഥലത്തും ചെക്ക് പോസ്റ്റ് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ പുറകിൽ ഞാനുണ്ടെന്നറിഞ്ഞ എൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അസ്തമിക്കും. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ പിടിക്കപ്പെടാൻ പാടില്ല. ബി കെയർഫുൾ. ഓക്കെ ഡാർലിംഗ്, ഞാൻ നോക്കിക്കോളാം. അതാണ് സംഭവം. ആ ഡ്രഗ് കേസിൽ നിന്റെ മോനെ കുടുക്കിയതിന് ശേഷം ആ പയ്യനെക്കുറിച്ച് ഞാൻ എല്ലാം അന്വേഷിച്ചു. അവൻ ബുദ്ധിശാലിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ അന്ന് ചെക്ക് പോസ്റ്റിൽ എന്താ നടന്നെന്ന് അവൻ മനസ്സിലാക്കി. ഈ എവിഡൻസ് ഒക്കെ കാണിച്ച് നിന്റെ മോനെ രക്ഷപ്പെടുത്തി എന്നെ കുടുക്കി ജയിലിലേക്ക് അയക്കണം എന്നാണോ നീ വിചാരിക്കുന്നത്? ഏയ്, ആ ദൈവം എൻ്റെ മോൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഈ ആധാർ എൻ്റെ കയ്യിലെത്തിച്ചത്. അവനെ വെളിയിൽ കൊണ്ടുവന്ന് നിന്നെ ഞാൻ അകത്താക്കിയേക്കാം. വെരി ഗുഡ്. ഇതെല്ലാം നടക്കണമെങ്കിൽ ആദ്യം നീ ജീവനോടെ ഇരിക്കണ്ടേ?